ഹാറ്റ്സ് ഓഫ് ടു ഉണ്ണി മുകുന്ദൻ. ലിറ്ററലി ഉണ്ണി മുകുന്ദൻ്റെ ഒരു വൺ മാൻ ഷോയാണ് മാർക്കോ. മികായൽ സിനിമയിൽ ഷിറ്റ് വർത്താനം പറയുന്ന ഒരു ദുരന്തം ക്യാരക്ടറിൻ്റെ ഒന്നൊന്നര ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് മാർക്കോയിലൂടെ കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ് വയലൻറ്റ് ഫിലിം എന്ന ഈ ടാഗ് ലൈനിൽ വരുന്ന മാർക്കോ ശരിക്കും എത്രത്തോളം ഭീകരമാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ 30 to 40 പോർഷൻസ് ആണ് എനിക്ക് പേഴ്സണലി ബ്രൂട്ടൽ വയലൻസ് ഉള്ളതായി തോന്നിയിട്ടുള്ളത്. ഓബ്വിയസ്ലി ഈ സിനിമയിൽ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും പുണ്യാളന്മാരൊന്നും അല്ല, എല്ലാവരും ബ്ലാക്ക് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. സോ ആ ഒരു തീമാണ് പടത്തിൻ്റെ കളർ ഗ്രേഡിങ്ങിലും കോസ്റ്റ്യൂംസിലും പിടിച്ചിരിക്കുന്നത്. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് റെഡ്, ഈ 3 കളേഴ്സാണ് സിനിമയുടെ ഒരു മെയിൻ കളർ പാലറ്റ്. അതുപോലെ സിനിമയിൽ പോസിറ്റീവ് സീൻസിൽ മാത്രമാണ് നമുക്ക് മറ്റ് കളേഴ്സ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. സിനിമയുടെ സ്ട്രോങ് ഏരിയാസ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി മാർക്കോ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ്റെ മാസ് ഓറയാണ്. പിന്നെ രവി ബാസൂറിൻ്റെ പഞ്ചി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, ക്യാമറ വർക്ക്, ലൊക്കേഷൻസ്, കോസ്റ്റ്യൂംസ് ആൻഡ് ദി ഫൈറ്റ് സീക്വൻസസ്. എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വീക്ക് ഏരിയാസ് എന്നത് സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് ഡയലോഗ്സ് ആണ്. പല സ്ഥലങ്ങളിലും ഡയലോഗ് ഡെലിവറീസ് ഭയങ്കര ആർട്ടിഫിഷ്യലായി തോന്നി. ഇനി കഥയിലേക്ക് വന്നാൽ ടിപ്പിക്കൽ ഫാമിലി പാസം ആൻഡ് പ്രെഡിക്റ്റബിൾ വെഞ്ചൻസ് പ്ലോട്ടാണ്. ഓഡിയൻസിലേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സിനിമയുടെ സ്ക്രീൻ പ്ലേക്ക് പറ്റിയിട്ടില്ല. മോസ്റ്റ് വയലൻറ്റ് ഫിലിം എന്ന ഹൈപ്പിനോട് നീതി പുലർത്താൻ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള വയലൻസ് ആക്ഷനാണ് സിനിമയിലുള്ളത്. മാർക്കോ എന്ന ക്യാരക്ടറിന് സ്റ്റൈലുണ്ട്, മാസ് ഓറയുണ്ട്. ബട്ട് തൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തന്നേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിരാളി, ആ ഒരു എതിരാളി വരുമ്പോഴാണ് കഥയും സ്ക്രീൻ പ്ലേയും സ്ട്രോങ് ആകുന്നത്. ആൻഡ് മാർക്കോയിൽ അത്തരമൊരു വില്ലനെ ഇമ്പോർട്ട് ചെയ്യുന്നത് പടം അവസാനിക്കാറാകുമ്പോഴാണ്. ക്ലൈമാക്സിൽ നടക്കുന്ന ഫൈറ്റ് മറ്റ് ഫൈറ്റ് സീക്വൻസസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിരാശയായി തോന്നി. ഉണ്ണി മുകുന്ദന് പുറമെ സിദ്ദിഖ്, ജഗദീഷ്, ആൻസൺ പോൾ, അഭിമന്യു, ഷമ്മി തിലകൻ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സോ ആകെ മൊത്തത്തിൽ ഹനീഫ് അദാനി മാർക്കോയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകി. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയത് ഒരു വീക്ക് സ്ക്രിപ്റ്റിലാണെന്ന് മാത്രം. മാർക്കോ ഒരു ഡെഫിനിറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഈ സിനിമ പുതിയ ഫിലിം മേക്കിംഗ് പരീക്ഷണങ്ങൾക്ക് മോട്ടിവേഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു എ ഹെൽ ഓഫ് എ ബ്ലഡ് ഷെഡ് എക്സ്പീരിയൻസ്. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടന്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.